ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നമ്മളായിട്ടുള്ള ഇന്ത്യക്കാരെല്ലാവരും തന്നെ ആ പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ത്യയും അതുപോലെ അമേരിക്കയും തമ്മിൽ ഒരു ജനറൽ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിത് അങ്ങനെ അറിയേണ്ടതാണോ, പാർലമെൻറ്റിലെങ്കിലും ഗവൺമെൻറ് പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയേണ്ടതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് സംസാരിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ പാർലമെൻറ്റിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളോട് സംസാരിക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് രാജ്യസഭകളിലും അതുപോലെ ലോക്സഭയിലുമൊക്കെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവുകളാണ്. അപ്പോൾ അത്തരത്തിലൊന്നും തന്നെ ഒരു പ്രഖ്യാപനവും നടത്താതെ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം കൃത്യമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, അത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. ആ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ അമേരിക്ക ഉയർത്തിയിട്ടുള്ള തീരുവ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അത് 50% മുകളിലായിരുന്നു, ഏതാണ്ട് 60% വരുമായിരുന്നു. അതെല്ലാം തന്നെ 18% ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ആ തീരുവ 18% ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നേട്ടമായി കരുതുന്നവരോട് ഞാൻ കൃത്യമായി പറയാം, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം തീരുവ 2003, 2004 കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 5% വരെ ആയിരുന്നു ആവറേജ് തീരുവ എന്ന് പറയുന്നതെങ്കിൽ അത് ചിലതിനൊക്കെ മാക്സിമം 10% വരെ ആയിരുന്നെങ്കിൽ അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നേട്ടമായി കാണിക്കുന്നത്, നമുക്ക് 18% എത്തി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, ഏതാണ്ട് $500 ബില്യൺ പ്രൊഡക്റ്റുകൾ, അതായത് 45 ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൃത്യമായി പറഞ്ഞാൽ 3.78 ട്രില്യൻ്റെ GDP-യിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ പറയുന്ന പോലെ $500 ബില്യൺ പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഒന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 50% തീരുവ ഇന്ത്യക്ക് അമേരിക്ക ഇമ്പോസ് ചെയ്യുമ്പോൾ, ഡൊണാൾഡ് ട്രംപ് ഇമ്പോസ് ചെയ്യുന്നതിന് മുൻപ് സംഭവിച്ച കുറെ കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മ വേണം. ലോകത്ത് ഒരു ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രത്തിൻ്റെ ഈ പറയുന്ന പോലെ ലീഡറും ചെയ്യാത്ത പോലെ, ഒരു പ്രധാനമന്ത്രിയും ഒരു പ്രസിഡന്റും ചെയ്യാത്ത പോലെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ മറ്റൊരു രാഷ്ട്രത്തിൽ മത്സരിക്കുന്ന അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഹൗദി മോദി എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയും ഇത്തവണ അബ്കി ബാർ ഈ പറഞ്ഞ പോലെ ട്രംപ് സർക്കാർ വരണം, ഇത്തവണ ട്രംപ് സർക്കാർ വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പ്രധാനമന്ത്രിയും അതിന് മുതിർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റൊരു രാജ്യത്തെ ഇലക്ഷനിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ഇടപെടാറില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴാണ് നരേന്ദ്രമോദി എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് കടന്നത്. പിന്നീട് ട്രംപ് ഇവിടെ വരികയും ട്രംപ് നമസ്തേ ട്രംപ് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയും ചെയ്തതൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇതെല്ലാം ചെയ്ത് വലിയ തോതിൽ ഇവർ തമ്മിൽ വലിയ ആത്മസുഹൃത്തുക്കളാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ഏതാണ്ട് ലോകക്രമത്തിൽ വലിയ പവറായിട്ടുള്ള അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം, അതുപോലെ അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം വേൾഡ് പൊളിറ്റിക്സിലൊക്കെ തന്നെ വരികയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷമാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തന്നെ ആകെ തകിടം പറയുന്നതും ട്രംപ് മോദിയുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ തന്നെ വഷളാവുകയും ഇന്ത്യക്ക് മേലിലും മറ്റ് നിരവധി രാജ്യങ്ങൾക്ക് മേലിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ തീരുവ ഇമ്പോസ് ചെയ്യപ്പെടുകയും ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇമ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഞാൻ ആളുകളോട് പറഞ്ഞിരുന്നു, ഇത് ഒരു കാരണവശാലും ഇന്ത്യക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യയുടെ ഇക്കോണമി എന്ന് പറയുന്നത് വെറും 3.78 ട്രില്യൺ അല്ലെങ്കിൽ 3.8 ട്രില്യൺ എന്ന് പറയുന്ന ഒരു ഇക്കോണമിയാണ്. അതേസമയം അമേരിക്കയുടെ ഇക്കോണമി എന്ന് പറയുന്നത് 28 ട്രില്യൻ്റെ ഇക്കോണമിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. കൂടാതെ അത്തരത്തിലുള്ള ഒരു ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണ ഒരു രാജ്യത്തും ഇല്ലാത്തതുപോലെ ഇന്ത്യൻ ഡയസ്പോറ, ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് താമസിക്കുന്നവരുടെ നമ്പർ മാത്രം നിങ്ങൾ അറിയേണ്ടത് 35 മില്യൺ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 കോടിയോളം വരുന്ന ആളുകളാണ്. ആ 3.5 കോടിയോളം വരുന്ന ആളുകളിൽ ഏതാണ്ട് 5.1 മില്യൺ 51 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നത് അമേരിക്കയിലാണെന്ന് നിങ്ങൾ ഓർക്കണം. അവർ വലിയ സുഖ സൗകര്യങ്ങളിൽ അവിടെ താമസിച്ചു പോരുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന 3.5 കോടിയോളം വരുന്ന ആളുകളെല്ലാം കൂടി ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം തന്നെ എന്ന് പറയുന്നത് $135 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ $135 ബില്യൺ പണമാണ് ഇങ്ങോട്ട് അയച്ചു
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അമേരിക്കയുമായി നമ്മൾ പിണങ്ങിയാൽ ഇത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. അത് കാനഡയിൽ നമ്മൾ കണ്ടതാണ്. കാനഡ വിട്ടുപോകണമെന്ന് പറഞ്ഞ് വലിയ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു. UK കണ്ടു, ഓസ്ട്രേലിയയിൽ കണ്ടു, ഇത്തരത്തിൽ US കണ്ടു, ഇത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളിൽ കണ്ടു. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടാവുകയും അവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തിച്ചേരും എന്ന് പറയുന്ന ഒരു കാര്യം അറിയാം. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി പ്രഷറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഇതാ വഴങ്ങിക്കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ വഴങ്ങിക്കൊടുത്തിരിക്കുന്നത് ട്രംപിന്റെ മുമ്പിൽ നമ്മൾ അടിയുറവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് $500 ബില്യൺ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചോളാം എന്നാണ് വിചാരിക്കുന്നത്. ചില ആളുകളൊക്കെ അത് ബഡ്ജറ്റിന്റെ 83% വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം അത് ഒറ്റ വർഷം മേടിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഗവൺമെന്റിന്റെ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു പണിയുമല്ല. കാരണം അതൊക്കെ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതാണ്, അതിന്റെ ഈ പറയുന്ന പോലെ ബൈങ് കപ്പാസിറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് മറ്റൊരു സെഗ്മെന്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ GDP ആയിട്ടുള്ള 3.8 ട്രില്യണിലേക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ 500 ബില്യൻ്റെ സാധനങ്ങൾ കൂടി വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും മറ്റ് നിരവധി സെക്ടറുകളെ കൂടി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. അമേരിക്കയുടെ എക്കാലത്തെയും വലിയ ആവശ്യം, അതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഈ ജനറൽ ട്രേഡ് അഗ്രിമെന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അമേരിക്കയിൽ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്നിട്ടുള്ളത് നമ്മുടെ ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സും അതുപോലെ ഡയറി പ്രൊഡക്ട്സിനും ഒക്കെ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്ന് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് അമേരിക്ക ലക്ഷ്യമിട്ട് നോക്കാൻ തുടങ്ങിയിട്ട് വളരെ കൊതിയോടുകൂടി നോക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇങ്ങോട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ നാണ്യവിളകളും കർഷകരെയും അതുപോലെ തന്നെ ഡയറി കർഷകരെയും എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ നിന്നോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയിലേക്ക് കയറ്റുമതി ഇമ്പോർട്ട് ചെയ്യാനോ ഇവിടെ വിൽക്കാനോ ഒന്നും നമ്മൾ അനുമതി കൊടുത്തിരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, അത്തരത്തിൽ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് വലിയ പ്രക്ഷോഭത്തിൻ്റെ നാളുകളാണ് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു സംശയവുമില്ല. അത്തരത്തിൽ ഒരു മാർക്കറ്റ് ഇക്കോണമി വളരെ നമ്മൾ എന്ത് ചെയ്യുന്നു, തുറന്നു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ നേട്ടം നമുക്കുണ്ടായിട്ടില്ല. 2003, 2004 2013 തന്നെ ആവറേജ് ആയിരുന്ന ടാക്സ് എന്ന് പറയുന്നത് 5% അത് 18% കൂടി എത്തിയിരിക്കുന്നു. പക്ഷേ താൽക്കാലികമായി 50% കൂട്ടി 60% ഉണ്ടായിരുന്നത് കുറഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്തു, 18% എന്ന് കണക്കുകൂട്ടാം. യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ പറയുന്ന ജനറൽ എഗ്രിമെൻറ്റുമായി ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാം. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് ഇന്ത്യ അമേരിക്കയുമായി ഒപ്പുവെച്ചെങ്കിൽ നമ്മളത് എങ്ങനെയാണ് അറിയേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കാരണം ഇപ്പം തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് നമ്മൾ ഈ കാര്യം അറിഞ്ഞതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് അമേരിക്ക പാകിസ്ഥാനുമായിട്ടും ഇന്ത്യയുമായിട്ടും മണിക്കൂറുകളോളം ചർച്ച ചെയ്തുവെന്നും ഒടുവിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നും പറഞ്ഞുകൊണ്ട് 26 തവണയാണ് ഈ പറയുന്ന ട്രംപും അതുപോലെ തന്നെ മറ്റു ട്രംപിൻ്റെ ഒഫീഷ്യൽസും എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് ട്രൂത്ത് സോഷ്യലിലൊക്കെ തന്നെ പല സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആ കാര്യവും നമ്മൾ അറിഞ്ഞത്, ഇന്ത്യക്കാരറിഞ്ഞത് ട്രംപ് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രംപ് നമ്മളോട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിങ്ങൾ നിർത്തണം എന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കണം നമ്മൾ പ്രൊഡക്റ്റുകൾ എന്നുള്ളത് കൂടി പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഈ വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എന്ത് ചെയ്യണം, ഇന്ത്യ ഓയിൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യ ഭാഗികമായതിനോട് തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൽ നിർത്തുകയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ വേറെ ഒരു രാജ്യത്ത് നിന്ന് അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഓയിൽ വാങ്ങിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിനൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തിട്ടുള്ളത് കുറഞ്ഞ വില ഓയിൽ കിട്ടുമ്പോൾ നയാരക്കും അതുപോലെ തന്നെ റിലയൻസിനുമൊക്കെയാണ് ഗുണം കിട്ടിയിട്ടുള്ളത്. അവരുടെ പ്രോസസ്സ് ചെയ്ത് അത് ഇറാൻ പോലെയുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയായിരുന്നു. നമ്മുടെ ജനത്തിനൊന്നും ഒരു സൗകര്യവും അതിൻ്റെ കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണല്ലോ അത് എവിടെ നിന്ന് ഓയിൽ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കാനുള്ളത്. ആ തീരുമാനത്തെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പോലും മറികടന്നുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്,
നിങ്ങൾ അറിയേണ്ടത് അമേരിക്ക ഈ കഴിഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിൽ, അതിൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല, പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിൽ അനിൽ അംബാനി ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ കുട്ടിപീഡകനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു എന്നും ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററെ കണ്ട് ഒരു വലിയ ബാന്ധവം ഉറപ്പിച്ചുവെന്നും അത് യഥാർത്ഥത്തിൽ അമേരിക്കയെയും ട്രംപിനെയും സന്തോഷിപ്പിക്കാനായിരുന്നു എന്നുമുള്ള ചില ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്തോ നേട്ടമുണ്ടായി എന്നൊക്കെ പറയുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടായിട്ടുള്ളത് ഇന്ത്യക്കല്ല, അമേരിക്കക്ക് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് നിങ്ങളോട് അവസാനിപ്പിക്കാം. അതിൽ ഈ പറയുന്ന നേട്ടമുണ്ടായെന്ന് പറഞ്ഞാൽ $46 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിൽ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസും തമ്മിൽ നോക്കുമ്പോൾ വലിയ സർപ്ലസ് ഇന്ത്യക്കുണ്ടായിരുന്നു. $46 ബില്യൺ സർപ്ലസ് ഉണ്ടായിരുന്നു. ആ സർപ്ലസ് കൂടി നമുക്ക് ഏതാണ്ട് നഷ്ടപ്പെടാൻ പോകുന്നു. നമ്മൾ കൂടുതലായി സാധനങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു, ഇങ്ങോട്ട് വാങ്ങിക്കാൻ പോകുന്നു. ഇനി നമ്മുടെ എക്സ്പോർട്ട് അത്രത്തോളം കൂടിയാൽ മാത്രമേ ഈ സർപ്ലസ് നിലനിർത്താൻ കഴിയൂ എന്നുള്ളതൊരു വാസ്തവമാണ്. ചൈനയുടേതൊക്കെ ഇത് 1 ട്രില്യൺ ആണ് സർപ്ലസ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അമേരിക്കക്ക് വിവിധ രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടമൊക്കെ തന്നെ നികത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. അതിൽ 2 ട്രില്യൻ്റെ ഗ്യാപ്പ് ഉണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ. അവരുടെ GDPയുടെ തന്നെ 122% വരുന്ന കടം അമേരിക്കക്കുണ്ട്. ഇതൊക്കെ തന്നെ അവരെ ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലംസ് ആണ്. അതിനിടയിൽ അവരുടെ ബിസിനസ് അവർ കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം യഥാർത്ഥത്തിൽ അതിന് കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നു. കീഴ്പ്പെടേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം അത് ഇന്ത്യൻ ജനതയെ അറിയിക്കേണ്ടതും പറയേണ്ടതും നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആരാധ്യനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുമാണ്. പക്ഷെ അത് പറയാതെ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ തീരുമാനങ്ങൾ അറിയുക എന്ന് പറയുന്നത് ഒരു സോവറിനിറ്റിക്ക്, ഒരു പരമാധികാരത്തിന് പോലും ഭൂഷണമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം പോലും എന്ത് ചെയ്തിരിക്കുന്നു, ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന നിലക്കുള്ള പരാമർശങ്ങൾ നടത്തി. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയാണോ എന്ന് പറയുന്ന സംശയം എല്ലായിടത്തു നിന്നും വരുന്നു. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വളരെ കൃത്യമായി ഇതിൻ്റെ അടുത്ത് ക്ലാരിറ്റി വരുത്തുകയും ഈ ജനറൽ എഗ്രിമെൻ്റ് എന്താണ്, ട്രേഡിനുള്ള എഗ്രിമെൻ്റ് എന്താണെന്നുള്ളത് കൃത്യമായി പുറത്തേക്ക് വിടുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിടുന്നത് വരെ ഈ പറയുന്ന പോലെ മോദി എന്ത് ചെയ്തോ, ട്രംപിന് മുമ്പിൽ കീഴടങ്ങിയോ എന്ന് പറയുന്ന സംശയം നിലനിൽക്കും.